അപ്പോൾ ഇന്നത്തെ പരിപാടിക്ക് ഞാൻ അടുക്കളയിലോട്ട് കയറി കേട്ടോ. ഇന്നത്തെ ഉച്ചക്കത്തേക്ക് പരിപാടിക്കായിട്ട് കയറിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് മീൻകറി ഒന്നും വെക്കുന്നില്ല കേട്ടോ. ഇന്ന് മീൻകറി വെച്ചാൽ ഇവിടെ ആർക്കും അങ്ങോട്ട് കഴിക്കാൻ പറ്റത്തില്ല. ഒരു ദിവസം വെച്ച് ഒരു 2 ദിവസമൊക്കെ പോവും, പിന്നെ അത് ഇങ്ങനെ വെച്ച് തട്ടിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് ഇന്ന് ഞാൻ മീൻകറി വെക്കണ്ടെന്ന് വിചാരിച്ചു കേട്ടോ. അതിനായിട്ട് ഞാൻ ഉച്ചയ്ക്ക് തോരൻ വെക്കാനായിട്ട് ക്യാബേജൊക്കെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തു. പിന്നെ നമുക്കതിനിടേണ്ട പച്ചമുളകും ഉള്ളിയൊക്കെ ഇട്ടു. പിന്നെ തേങ്ങയിട്ട് കൈ കൊണ്ടൊക്കെ ഒന്ന് തിരുമ്മി ഒന്ന് ഇവിടെ കുറച്ച് നേരം വെച്ചതിന് ശേഷം ഞാൻ തോരൻ വെച്ചു കേട്ടോ. തോരൻ വെക്കാനായിട്ട് വെള്ളമൊന്നും ചേർക്കാതെ മൂടി വെച്ച് ആവിയിൽ വേവിക്കാനായിട്ട് വെച്ചു. പിന്നെ നമ്മുടെ മത്തി പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു, അത് 2-3 എണ്ണം എടുത്ത് വറക്കാനായിട്ട് എടുത്തു. അതിന് ശേഷം ഞാൻ കുറച്ച് തേങ്ങയൊക്കെ തിരുമ്മിയിട്ട് മുരിങ്ങയില കറി വെക്കാമെന്ന് വിചാരിച്ചു. കഴിഞ്ഞ ദിവസം മുരിങ്ങയില തോരൻ വെച്ചതിൻ്റെ ബാക്കി ഇല ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അത് കറി വെക്കാമെന്ന് വിചാരിച്ച് തേങ്ങ അരച്ച് കറി വെക്കാമെന്ന് ഓർത്തു. അങ്ങനെ തേങ്ങയൊക്കെ അരപ്പൊക്കെ അരച്ചെടുത്ത് വെച്ചു. പിന്നെ കടുകൊക്കെ ഇട്ട് കൊടുത്തു. നമ്മുടെ ഉണക്കമുളകും ഉള്ളിയൊക്കെ ഇട്ട് കടുകൊക്കെ ഒന്ന് വറുത്തു. പിന്നെ അതിന് ശേഷം നമ്മുടെ മുരിങ്ങയിലയൊക്കെ മെയിൻ സാധനം അങ്ങോട്ട് ഇട്ട് കൊടുത്ത് അതും ഒന്ന് വാടി വരുമ്പോഴത്തേക്ക് പിന്നെ അരപ്പൊക്കെ ചേർത്ത് തിളപ്പിക്കത്തില്ല കേട്ടോ, തീയിൽ നന്നായിട്ട് ഇതാക്കിയെടുക്കും. എല്ലാവരും അങ്ങനെ ആയിരിക്കും വെക്കുന്നത്. അപ്പം കറിയൊക്കെ സെറ്റായി. അങ്ങനെ ഇന്നത്തെ ഉച്ചയൂണ് ഇതൊക്കെയാണ്. മുരിങ്ങയിലക്കറിയും ക്യാബേജ് തോരനും നല്ല മത്തി വറുത്തതും. അപ്പോൾ ഓക്കെ.